വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ചീഫ് സെക്രട്ടറിയുടെ ഡ്രൈവർക്ക് കോവിഡ്. കഴിഞ്ഞ 4 മുതൽ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. ഇന്നാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 4 വരെ ഇദ്ദേഹം ജോലിക്കുണ്ടായിരുന്നു. തിരുവനന്തപുരം വെമ്പായം സ്വദേശിയാണ്. വി അരുൺ ചേരുന്നു. അരുൺ, ചീഫ് സെക്രട്ടറിയുടെ ഡ്രൈവർക്ക് കോവിഡ് എന്ന് പറയുമ്പോൾ ഇടപഴകിയ മേഖലകൾ ഒരുപാടുണ്ടാകും. പല പ്രമുഖരുമായിട്ടും ആ തരത്തിലുള്ള ഇടപഴകൽ ഉണ്ടാകും. എന്താണ് വിവരങ്ങൾ? ഏത് തരത്തിലുള്ള നിരീക്ഷണം ഒപ്പം ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തി വന്നു ഇതിനകം ആരോഗ്യവകുപ്പ്? തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നില്ല. തലസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായ ഒരു നടപടിയെന്നാണ് സർക്കാർ വിശദീകരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. 4 മുതൽ 4 വരെ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആളാണ് വെമ്പായം സ്വദേശിയായ ഡ്രൈവർ. അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കൊപ്പം 4-ാം തീയതി വരെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. 4-ാം തീയതി വീട്ടിൽ പോയ ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അന്നു മുതൽ അദ്ദേഹം നിരീക്ഷണത്തിലേക്ക് മാറുകയും ചെയ്തു. ഇന്നാണ് അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. വളരെയധികം ആശങ്കപ്പെടുന്ന വാർത്തയാണ്. കാരണം ചീഫ് സെക്രട്ടറി ദൈനംദിനം മുഖ്യമന്ത്രിയുമായി യോഗങ്ങളിൽ പങ്കെടുക്കുന്നയാളാണ്. പ്രതിദിന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും അടക്കമുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖർ പങ്കെടുക്കുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി പങ്കെടുക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ്. ഇതിനകം തന്നെ ചീഫ് സെക്രട്ടറിയുടെ ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം വന്നോ എന്ന് അറിയില്ല. അതുകൂടി വന്നാൽ മാത്രമേ ഈ ആശങ്ക അകലുകയുള്ളൂ. കാരണം ചീഫ് സെക്രട്ടറി നെഗറ്റീവ് ആണെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് വലിയ ആശങ്ക ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അല്ലെങ്കിൽ അതുവരെയും വലിയ ആശങ്ക നിലനിൽക്കും. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി ദൈനംദിന കൂടിക്കാഴ്ച നടത്തുന്ന ദൈനംദിന ചർച്ചകളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ചീഫ് സെക്രട്ടറി. കഴിഞ്ഞ ദിവസവും ചീഫ് സെക്രട്ടറി ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശിവശങ്കറിൻ്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും മുഖ്യമന്ത്രിക്കൊപ്പം ക്ലിഫ് ഹൗസിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തതാണ്. അതിനുശേഷം മുഖ്യമന്ത്രി തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ പോയിട്ടില്ല. പക്ഷേ ഇതിനിടയിൽ തന്നെയാണ് കൂടിക്കാഴ്ച നടന്നത്. ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസവും ഓഫീസിലെത്തുകയും ചെയ്തു. വളരെയധികം ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് ഇക്കാര്യം സർക്കാർ മറികടക്കുക എന്ന കാര്യമാണ് അറിയേണ്ടത്. വൈകിട്ട് 6 മണിക്ക് അടക്കം ശ്രമം പരിശോധനയ്ക്കായി അയച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അരുൺ. ഒപ്പം മുഖ്യമന്ത്രിയുമായും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി കാണും. നേരത്തെ പറഞ്ഞ പോലെ കോൺഫറൻസുകൾ പങ്കെടുത്ത് കാണും. അപ്പോൾ ഇത് കുറച്ചുകൂടി കാര്യമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിന് അറിവുള്ളതാണ്. 4-ാം തീയതി മുതൽ അദ്ദേഹം ക്വാറന്റൈനിൽ പോവുകയും ചെയ്തു. 4-ാം തീയതി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ പോയ ശേഷം രോഗലക്ഷണങ്ങൾ കാണുകയും പിന്നീട് ക്വാറന്റൈനിൽ പോവുകയും ചെയ്തു. അക്കാര്യങ്ങൾ സർക്കാരിന് അറിവുള്ളതാണ്. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് അടച്ചിട്ടത് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. തലസ്ഥാനത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌണിൻ്റെ ഭാഗമായാണ് സെക്രട്ടറി അടയ്ക്കുന്നതാണ് സർക്കാർ നൽകിയ വിശദീകരണം. ഈ ആഴ്ച മന്ത്രിസഭായോഗം ചേർന്നിട്ടുമില്ല. അതൊക്കെ ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുള്ള സുരക്ഷാ നടപടിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായിരിക്കാം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി വൈകിട്ട് വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയും. ഏതായാലും സർക്കാർ ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സെക്രട്ടറി അടക്കം അടച്ചിട്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക് ഇതിനകം പോയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചീഫ് സെക്രട്ടറിയുടെ സ്രവ സാമ്പിൾ അടക്കം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഡ്രൈവർക്ക് കോവിഡ്. ഈ മാസം 4 മുതൽ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയോട് ഒപ്പം സഹകരിക്കുന്ന ഒപ്പമടക്കം കോൺഫറൻസുകളിലും മറ്റും പങ്കെടുക്കുന്ന ആൾ കൂടിയാണ് ചീഫ് സെക്രട്ടറി. സ്വാഭാവികമായും ഇതിൻ്റെ വ്യാപ്തി കുറച്ച് വലുതാവുകയാണ്. നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവതരമായ ഒരു കാര്യമായി തന്നെ നിരീക്ഷിക്കേണ്ട പശ്ചാത്തലം വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മാസം 4 മുതൽ അത്തരത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നു ഈ ഡ്രൈവർ. 4-ാം തീയതിയാണ് അവസാനമായി ഇദ്ദേഹം ഇത്തരത്തിൽ ആളുകളുമായി ഇടപഴകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായും ചീഫ് സെക്രട്ടറി ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ മന്ത്രിമാരടക്കം പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. കാരണം ചീഫ് സെക്രട്ടറി അത്തരത്തിൽ എല്ലാ കോൺഫറൻസുകളിലും പങ്കെടുക്കുന്ന ആളാണ്, ഇവരുമായൊക്കെ ഇടപഴകുന്ന ആൾ കൂടിയാണ് എന്ന് വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അങ്ങനെയല്ലേ അരുൺ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ പേരുടെ പരിശോധന അത് വേണ്ടിവരുമെന്ന് തന്നെയാണോ ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ഇപ്പോൾ? തീർച്ചയായും അത് വേണ്ടിവരുമെന്ന് തന്നെ മനസ്സിലാക്കണം. ഏതായാലും ഇതിനകം ചീഫ് സെക്രട്ടറിയുടെ ശ്രമ പരിശോധന നടത്തി കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ശ്രമ പരിശോധന നടത്തണമോ അല്ലെങ്കിൽ അവരെ ക്വാറന്റൈനിലേക്ക് പോകണമെന്ന കാര്യത്തിലൊക്കെ ആരോഗ്യവകുപ്പ് തീരുമാനമെടുക്കും.
ചീഫ് സെക്രട്ടറിയുടെ ഫലത്തെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുവരെ മുഖ്യമന്ത്രിയുടെ സ്രവ പരിശോധന നടത്താൻ നമുക്ക് ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോടോ ക്വാറന്റൈനിൽ പോകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുമില്ല. ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിലും ചീഫ് സെക്രട്ടറിയും ഇന്നലെയും ജോലിയിൽ തുടർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹം ഓഫീസിലെത്തിയ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ അഷീൽ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ അഷീൽ, ഈ മാസം 4 മുതൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ചീഫ് സെക്രട്ടറി ഡ്രൈവർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അത് എത്രത്തോളം ഗൗരവമായി കാണണം? കാരണം ചീഫ് സെക്രട്ടറിയുമായി സഹകരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മന്ത്രിമാരുമായും മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായും കോൺഫറൻസിലും മറ്റും പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ കൂടുതൽ ഉന്നതതലത്തിലുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അത് കൂടുതൽ അന്വേഷിക്കണം. കാരണം എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. കാരണം ഏത് ദിവസം തൊട്ടാണ് അവിടെ വർക്ക് ചെയ്തതെന്നും, കാരണം നമ്മൾ അതിന്റെ ഇൻഫെക്ടിവിറ്റി പീരീഡ് അനുസരിച്ച് നോക്കണം. അതായത് ഇവർ എപ്പോഴാണ് പോസിറ്റീവ് ആയെന്നും അതിന് എത്ര നാൾ മുമ്പേ ക്വാറന്റൈനിൽ പോയിട്ടുണ്ടെന്നും കുറച്ച് അധികം കാര്യങ്ങൾ നോക്കാനുണ്ട്. അവർ അതിന് മുമ്പ് ഇന്ററാക്ട് ചെയ്ത ആളുകൾ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ വിശദമായി ഞാനിപ്പം ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. എനിക്ക് ഇൻഫർമേഷൻ ഇപ്പാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഐ തിങ്ക് പിന്നെ ഇതിന്റെ ഭാഗം റുട്ടീനായിട്ട് ഇപ്പം ആരോഗ്യ പ്രവർത്തകരായി കഴിഞ്ഞാലും പൊതുപ്രവർത്തകരായി കഴിഞ്ഞാലും മറ്റ് ഡ്രൈവേഴ്സും പിന്നെ അവിടുത്തെ സെക്രട്ടറി സ്റ്റാഫും എല്ലാവരും സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആയിരിക്കണം. അപ്പം ഇനി നെക്സ്റ്റ് ലെവലിൽ മൊത്തം ഹിസ്റ്ററി എടുത്ത് നോക്കിയതിനു ശേഷം ആരൊക്കെയായിട്ടാണ് പ്രൈമറി കോൺടാക്ട് വരുന്നത്, സെക്കൻഡറി കോൺടാക്ട് വരുന്നത് എന്ന് പരിശോധിച്ചിട്ട് വേണം തുടർ നടപടികൾ എടുക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ എക്സാക്ട് വിശദാംശങ്ങളെ കുറിച്ച് എനിക്ക് ഇപ്പം ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ട്. ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നടപടിക്രമം എങ്ങനെയാണ്? കാരണം ഇവരൊക്കെ പരസ്പരം സഹകരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും ഒരു പരിശോധന അത് വേണം. അങ്ങനെ തന്നെയല്ലേ സാധാരണ നടപടിക്രമം? അങ്ങനെയല്ലേ നോക്കിയിട്ടാണ്. അത് വെച്ചാൽ അവരുടെ പ്രൈമറി കോൺടാക്ട് ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്ട് ഉണ്ടാവാം, ഹൈ റിസ്ക് സെക്കൻഡറി കോൺടാക്ട് ഉണ്ടാവാം, പ്രൈമറി ലോ റിസ്ക് പ്രൈമറി കോൺടാക്ട് ഉണ്ടാവാം. അതനുസരിച്ചിട്ട് അവർ സിംറ്റമാറ്റിക് ആണെങ്കിൽ ലോ റിസ്ക് ആൾക്കാരെയും നമ്മൾ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം കുറച്ചധികം ഹിസ്റ്ററി എടുത്തിട്ട് പൂർണ്ണമായി പരിശോധിച്ചിട്ട് ഏതൊക്കെ സമയത്ത് ആരൊക്കെയൊക്കെ കോൺടാക്ട് വന്നു എല്ലാവരെയും അടച്ച് പരിശോധിക്കുന്ന രീതിയല്ല ഉണ്ടാവുക. കൂടുതൽ കോൺടാക്ട്സ് വരാൻ സാധ്യതയുള്ളവരെ പരിശോധിക്കുകയാണ് ചെയ്യുക. അതിന് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആരൊക്കെയാണ് കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിൽ കോൺടാക്ട് വന്നതെന്നുള്ള കാര്യം അന്വേഷിക്കണം. അപ്പൊ ഇവരെ ഇൻഫെക്ഷൻ എപ്പോഴാണ് സിംറ്റം അപ്പിയർ ചെയ്യുന്നുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ സിംറ്റംസ് എപ്പോഴാണ് ഉണ്ടായെന്നുള്ള കാര്യം അറിയണം. പിന്നെ കുറച്ച് ഹിസ്റ്ററി എടുത്ത് അവരുടെ കോൺടാക്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഡോക്ടർ മുഹമ്മദ് അഷീലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ചീഫ് സെക്രട്ടറി ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി.